മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ VK ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു. അദ്ദേഹത്തിന് 73 വയസ്സ് പ്രായമുണ്ടായിരുന്നു. കൊച്ചിയിലെ VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. അവിടെയാണ് അന്ത്യം സംഭവിച്ചത്. നാളെ രാവിലെ 10 മണിക്ക് ആലുവയിൽ ഖബറടക്കം നടക്കും. മധ്യകേരളത്തിൽ മുസ്ലിം ലീഗിന്റെ കരുത്തുറ്റ മുഖം. ജനപ്രതിനിധിയായും പാർട്ടി പദവികളിലും പതിറ്റാണ്ടുകളോളം അനുഭവ പരിചയം. ഇന്ന് ഉച്ചതിരിഞ്ഞ 3:30യോടെയായിരുന്നു VK ഇബ്രാഹിം കുഞ്ഞിന്റെ അന്ത്യം. ഏറെ നാളായി അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യനില വഷളായി. കൊച്ചി VPS ലേക്ക് ഷോർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മധ്യകേരളത്തിൽ മുസ്ലിം ലീഗിന്റെ ശബ്ദമായിരുന്നു VK ഇബ്രാഹിം കുഞ്ഞെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. പാർട്ടിയുടെ ചരിത്രത്തിൽ പുതിയ അധ്യായം രചിച്ച നേതാവെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വിയോഗം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്തിനെ നഷ്ടപ്പെട്ടതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു കുടുംബാംഗത്തെ നഷ്ടപ്പെട്ടതുപോലെയാണ് ഞങ്ങൾക്കൊക്കെ തോന്നുന്നത്. പ്രിയ ഇബ്രാഹിം കുഞ്ഞ് സാഹിബിൻ്റെ നിര്യാണം നമ്മളെ എല്ലാവരെയും വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിലെ സൗമ്യമുഖമായിരുന്നു VK ഇബ്രാഹിം കുഞ്ഞെന്ന് നേതാക്കൾ അനുസ്മരിച്ചു. VK ഇബ്രാഹിം കുഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ സഹപ്രവർത്തകനും ജ്യേഷ്ഠ സഹോദരനുമായിരുന്നു. VK ഇബ്രാഹിം കുഞ്ഞ് സാഹിബിൻ്റെ വേർപാട് ഞങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. പ്രിയപ്പെട്ട VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ വേർപാട് അങ്ങേയറ്റം ദുഃഖകരമാണ്. മന്ത്രി എന്ന നിലയ്ക്കും എറണാകുളം ജില്ലയിലെ UDFൻ്റെ ഒരു വലിയ അമരക്കാരെന്ന നിലയ്ക്കും വലിയ സേവനമാണ് നടത്തിയിട്ടുള്ളത്. വലിയ അംഗീകാരം നേടിയ ഒരു നേതാവാണ് പ്രിയപ്പെട്ട ഇബ്രാഹിം കുഞ്ഞ് സാഹിബ്. അദ്ദേഹത്തിൻ്റെ വേർപാട് അങ്ങേയറ്റം ദുഃഖകരമാണ്. ഐക്യജനാധിപത്യ മുന്നണിക്ക് വലിയ നഷ്ടമാണ്. എല്ലാ രംഗത്തും അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി പ്രവർത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഞാൻ എല്ലാവരോടും കൂടി അനുശോചനത്തിൽ ഏർപ്പെടുന്നു. നാളെ രാവിലെ 10-ന് ആലുവ ആലങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് ഖബറടക്കം. ആദരസൂചകമായി മുസ്ലിം ലീഗിന്റെയും പോഷക സംഘടനകളുടെയും 3 ദിവസത്തെ പൊതുപരിപാടികൾ മാറ്റിവെച്ചു. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.